ആറ്റിങ് എന്ന് എങ്ങനെ തിരിച്ചു വരാനാ? നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ് എന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്ന് നോക്ക് അങ്ങനെ തറയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? അതെ, നമ്മൾ 100 കാര്യങ്ങൾ നോക്കിയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുകേഷ് ആക്ടർ എല്ലാവർക്കും അറിയാം, നല്ലൊരു ആക്ടറാണ് കേട്ടോ, തമാശയായിട്ട് പറയുകയല്ല, സൂപ്പർ ഒരു ആക്ടറാണ്. എല്ലാ പടത്തിലും അഭിനയിച്ച പടമൊക്കെ മികച്ച ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ എന്തുവാണെന്നറിയാമോ, ഈ സ്ത്രീ വിഷയത്തിൽ അഗ്രകണ്ണിനാണ്. അങ്ങനെ നമുക്ക് ഈ പുള്ളിയെ പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും മുമ്പിൽ കണ്ടത് ഈ ഒരു പേരാണ്, മുകേഷ്. മീനു ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ മുകേഷിനിട്ട് അടിച്ചത്. നമ്മൾ കുറേ മീനു ചേച്ചിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അന്നേരം ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന് പറഞ്ഞു, ഈ മുകേഷ് പറഞ്ഞ പല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് ഇട്ട് അടച്ചു വെക്ക് എന്ന രീതിയിലൊക്കെ പറഞ്ഞ പുള്ളിയാണ്. വലിയ വേന്ദ്രനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഇപ്പോഴൊരു പുള്ളിയുടെ ഒരു ഫോൺ കോള്, ഒരു കുൽസിത ഫോൺ കോള് ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. ഇത് പുറത്ത് വിട്ടത് നമ്മുടെ ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ചാനലില്ലേ, അതിലെ പുള്ളിക്കാരനാണ് ഇത് പുറത്ത് വിട്ടത്. പുള്ളിക്കാരൻ പുറത്ത് വിട്ടത് ഈ ഒരു അശ്വതി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുമായിട്ടുള്ള ഒരു സംഭാഷണം കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, ആരും ഇല്ലാത്ത സമയത്തൊക്കെ നീ വരണ്ടേ, ഞാനിതൊക്കെ ഈ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലയോ വിളിക്കുന്നേ, എനിക്കും ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ എന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ്. ഈ പുള്ളിയൊക്കെ സമ്മതിച്ചു കൊടുക്കണമല്ലോ. പിന്നെ ഈ അശ്വതി എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, ഒരു ഹണി ട്രാപ്പ് രീതിയിലൊക്കെയാണ് പുള്ളിക്കാരിയുടെ കളി. ഇതിനു മുമ്പും ഈ പുള്ളിക്കാരി ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായാലും നമുക്ക് മുകേഷും ഈ പറയുന്ന അശ്വതിയും തമ്മിലുള്ള ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ഫോൺ കോൾ ഉണ്ടല്ലോ, സംഭാഷണം, ആരെയും മയക്കുന്ന രീതിയിലുള്ള സംഭാഷണം, അതൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതലായിട്ടുള്ളത് കേൾക്കാം കേട്ടോ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടാ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ്. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണിയങ്ങാണ്ട് കഴിയുമ്പോൾ മുകേഷ് ചേട്ടാ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പോ അവിടുന്ന്. നീ ഭയങ്കര തരികിടയായിട്ട് എന്തിനീ വർത്തമാനം പറയുന്നത്? നീ വലിയ തരികിടയാ കേട്ടോ നിന്റെ വർത്തമാനം. നീ പോയ അവിടുന്ന്. എന്താ പാഞ്ചാരിയാണോ കൊള ബാക്കി. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ പോയിക്കോട്ടെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ ഇല്ല. ഞാനിപ്പോ തിരിച്ചു വരും, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികൾ എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്ന, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ഇപ്പോ ഞാൻ ഒന്നും കഴിച്ചിട്ട് പോരുകയില്ല. എന്നിട്ട് എനിക്ക് ഞാൻ പട്ടിണി ഇരിക്കുക, എന്നിട്ട് പോലും നീ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ പുള്ളിക്കാരിയും പറയുന്നു ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയും എല്ലാം കഴിപ്പ് നടക്കുമോ? നോക്കാം. അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂപ്ലിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ ഇത് വരുന്നത്. ഇല്ലില്ല, അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. അല്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു, ക്വാറന്റൈനിലുള്ള. അവിടെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും.
എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോകാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും. അതായത് സ്ഥലത്ത് കാണത്തില്ലട്ടോ, ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും, ഞാൻ ഇപ്പൊ തന്നെ ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാനാ നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. വാച്ച്മാൻ അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പൊ മണി എത്ര എന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്ക്. അതെ, വാച്ച്മാനൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേഗമൊക്കെ വരണ്ടേ? ഇത് നിങ്ങൾ എന്താ കുഞ്ചേ നീ മനസ്സിലാക്കാത്തേ? ഓക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന മുകേഷ് ഏട്ടനും ഈ പറയുന്ന ചേച്ചിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പോകുന്നത്. ഇതാണ് ഈ പറയുന്ന ക്രൈം നന്ദകുമാർ പുറത്തുവിട്ടിരിക്കുന്നത്. കുറേ പാവങ്ങളായിട്ടാണ് പുള്ളിക്കാരൻ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന അശ്വതി ഇന്നൊന്നും തുടങ്ങിയതല്ല. ഈ പുള്ളിക്കാരി ഇതിനു മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ ഇതുപോലൊന്ന് വീഴ്ത്താനായിട്ട് ഒരു ഫോൺ കോൾ ചെയ്തിരുന്നു. അന്ന് ഈ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, ആരോടും പറയല്ലേ, നീ ഇത് രഹസ്യമായിട്ട് വെച്ചോണേ, അത് കഴിഞ്ഞിട്ട് നിനക്ക് റെയിൻകോട്ടൊന്നും ഇല്ലയോടി കൊച്ചേ നീ വരാന് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫോൺ കോള് ഇതിനോടകം തന്നെ അതും വൈറലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു റെക്കോർഡ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. ഓക്കെ, കേട്ടിട്ടില്ലാത്തവർ കൂടുതലായിട്ട് ഈ പറയുന്ന അശ്വതി ചേച്ചിയെക്കുറിച്ച് അറിയേണ്ടിയവർ അതുകൂടെ ഒന്ന് കേട്ട് വെച്ചാൽ നന്നായിരിക്കും. എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ലെന്നുള്ളത് പറഞ്ഞാൽ പിന്നെ മഴയായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിക്കുന്ന തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കയറി കിടന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ചെല്ലിപ്പെടുത്തുകയില്ല. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം. സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാണ്. നാളെ വരുമെന്നുള്ള ഇരിക്കാലോ. ഞാൻ വരും. നാളെ വരും. പിന്നെ മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം എന്തായാലും. രാവിലെ ഇറങ്ങണം. പിന്നെ ഉറങ്ങി എന്ന് പറയരുത്. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, വേണ്ട. എന്നെ വിശ്വസിക്കും. ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഞാൻ ആരോടും പറയൂല. കാര്യം വിശ്വസിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ വരാം. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ മറ്റേ സംഗതി? എന്താ പിന്നെ റെയിൻകോട്ട് ഒക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണം ഇനി. ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം, അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനിയുള്ള വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് അങ്ങ് വരാമായിരുന്നല്ലോ. വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന പരിപാടി ഈ പറയുന്ന പെങ്കൊച്ചിനില്ല കേട്ടോ. ആരോടും പറയില്ല കേട്ടോ. നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. പക്ഷേ വിശ്വസിച്ചു, ഒടുവിൽ പണിയും കൊടുത്തു, 8ന്റെ പണിയും കൊടുത്തു. അതാണ് ഈ പറയുന്നത് നമ്മുടെ ഈ അശ്വതി ചേച്ചി. പുള്ളിക്കാരി മിടുക്കിയ. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, കോട്ടൊന്നും ഇല്ലേ? മഴയാണെങ്കിലും കോട്ടൊന്നും ഇല്ലേ? പിന്നെ നാളെ വരുമ്പം പിന്നെയും പറയല്ലേ മഴ പെയ്തു എന്നൊക്കെ. കൊള്ളാം. എന്തുമായാലും നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലായാലും ഓരോ കേരളത്തിലുള്ളവർക്കൊക്കെ ഈ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. ഇത് ഉണ്ട്. അപ്പോൾ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അതിനൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ എണ്ണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉള്ള കാര്യമാണ്, നടന്ന സംഭവമാണ്. നമ്മുടെ മുകേഷ് ഏട്ടനായാലും ഇപ്പോൾ കേട്ടില്ലേ നിങ്ങൾ ഈ പറയുന്ന ഈ പുള്ളിക്കാരൻ്റെ സൗണ്ടും കേട്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് കുത്തി എഴുതുക കമൻറ്റ് ബോക്സിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.